പൊതുവെ ആളുകൾക്ക് കടങ്ങളിലേക്ക് എത്താനുള്ളൊരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്ന ചില ചിലവുകളുണ്ട്. എക്സാമ്പിൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബുക്കും ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ചിലവാകും. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള ഒരു ഫണ്ട് നമുക്കൊരു എക്സ്ട്രാ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സ് എടുക്കലും മറ്റു ചിലവുകളും ഒക്കെ വരുമ്പോൾ അതിനൊരു ചെറിയൊരു എമൗണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പിന്നെ ചില വിശേഷ ദിവസങ്ങൾ നമ്മുടെ സെലിബ്രേഷൻസുകളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരാറുണ്ട്. പിന്നെ ഫൈനലി നമുക്ക് ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ നമുക്കൊരധിക ചിലവ് വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു എമർജൻസി ഫണ്ടായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളെപ്പോഴും കയ്യിൽ വെക്കുക. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ആ എമർജൻസി ഫണ്ട് ഉപയോഗിക്കുകയും പിന്നീട് നിങ്ങളുടെ എമൗണ്ട് ഈ എമർജൻസി ഫണ്ടിലേക്ക് ആവശ്യത്തിന് നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കടമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റോളിംഗ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരിക്കൽ ആ റോളിംഗ് ചെയ്തിട്ടുള്ള ലൈഫിലേക്ക് പോയാൽ പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ മാനസിക ജീവിതം താറുമാറാവും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആകെ പ്രശ്നത്തിലാവും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതം കൈവിട്ടു പോവും, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണം റോൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്കാരം ഇന്ന് ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ എടുത്തു പറയുകയാണ്. അത്തരം നടപടിക്രമങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കുക, വരുമാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക.